ദാ ഈ വന്ന് നിൽക്കുന്ന ആരൊക്കെയാണെന്ന് മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മച്ചമ്മ വരുമെന്ന് കേട്ടോ. അമ്മച്ചമ്മയ്ക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. കുറേ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് വരണം, എനിക്ക് എല്ലാവരെയും ഒന്ന് കണ്ടോളാൻ വയ്യ, എനിക്ക് മനസ്സ് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വീണെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു നിൽക്കാൻ വേണ്ടിയിട്ട്. അറിഞ്ഞ ഉടനെ തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, എനിക്ക് എന്നെ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഞാൻ തന്നെ പോകുമെന്നൊക്കെ പറഞ്ഞ്. അമ്മച്ചമ്മയ്ക്ക് ബസ്സിൽ വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടാട്ടോ, ബസ്സിൽ കയറാനൊക്കെ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്നിട്ടും വലിഞ്ഞു പിടിച്ച് ബസ്സിലൊക്കെ കയറിയൊക്കെ ആട്ടോ വന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇത് ആയത്തിൽ നിന്ന് ഇറങ്ങി ഓട്ടോ പിടിച്ചൊക്കെ ആട്ടോ വന്നത്. അങ്ങനെ വന്നപ്പോഴേ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. അമ്മയാണെങ്കിൽ അഞ്ചലോട്ട് പോയി. ഞങ്ങൾ ആരും അറിഞ്ഞില്ല, അമ്മയടുത്തും പറഞ്ഞില്ല, എന്നോടും പറഞ്ഞില്ല വരുന്ന കാര്യം. രാവിലെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് ഇതാ പിന്നെ ഞാനും അമ്മച്ചമ്മയും മമ്മിയും കൂടെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ സാരിയൊക്കെ മാറി നൈറ്റിയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ മമ്മി. അമ്മയില്ലല്ലോ ഇവിടെ, അതുകൊണ്ട് ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് എടുത്തിട്ടാണ്. അത് കഴിഞ്ഞ് ഇതാ വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വരുമ്പോഴെല്ലാം കൊണ്ടുവരും. ഈ പച്ചക്കറി കാണുമ്പോഴത്തേക്ക് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഇവിടെ കിട്ടത്തില്ലേ, അവിടുന്ന് വാങ്ങിച്ചിട്ട് വരുന്നത് എന്തിനാന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഇവിടത്തേനെക്കാട്ടി ലാഭം നമ്മൾ അവിടുന്ന് മേടിക്കുന്നതന്നെ കേട്ടോ. അത് മാത്രമല്ല പിന്നെ അവിടെയൊക്കെ നമ്മൾ പറമ്പിലൊക്കെ കൃഷി ചെയ്യുന്നതൊക്കെ കിട്ടുവാണെങ്കിൽ അത് കൊണ്ടുവരും. അതൊന്നും വിഷമൊന്നും അടിക്കാത്തതാണല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതും വാങ്ങിച്ചിട്ടൊക്കെ വരും കേട്ടോ. പിന്നെ എനിക്കിതാ കുറേ ചീരയും മുരിങ്ങയിലയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇല വർഗ്ഗങ്ങളൊക്കെ. പക്ഷേ കുഞ്ഞനാണെങ്കിൽ തിരിഞ്ഞോലും നോക്കത്തില്ല, ആൾക്ക് ഇഷ്ടേ അല്ല. ചുമന്ന ചീര ഉണ്ടല്ലോ, അതാണ് ആൾക്കിഷ്ടം. അത് അവിയലിനകത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിക്കും. അല്ലാതെ ആൾക്ക് അങ്ങോട്ട് തോരൻ വെച്ചാലൊന്നും അങ്ങനെ കഴിക്കത്തേ ഇല്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചൊക്കെ കഴിപ്പിക്കും. പക്ഷേ എനിക്ക് തിരിച്ചാണ്. മുരിങ്ങയില ആയാലും ഈ മത്തൻ്റെ ഇല, പയറിൻ്റെ ഇലയൊക്കെ ഇട്ട് തോരൻ വെക്കുമ്പോൾ എന്ത് ടേസ്റ്റാണ്. ഞാൻ പറയാറുണ്ട് കേട്ടോ, അവിടെയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരണേന്നും പറഞ്ഞ്. അതുകൊണ്ട് ഇന്ന് പറയാതെ തന്നെ ഇനി മമ്മി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീരയും അതൊക്കെ നമ്മുടെ അവിടെയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഈ ഒരു എന്താ പൊന്നാങ്കിൻ്റെ ചീര ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഇതാ അമ്മച്ചമ്മയാണെങ്കിലേ വാവയെ എടുത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഓരോന്ന് പറയുമായിരുന്നു കേട്ടോ, തൊട്ട് നോക്കിയിട്ടൊക്കെ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. ചവിട്ടണ അമ്മച്ചമ്മയുടെ മണ്ടയ്ക്ക് ചവിട്ട ആന്ന് ചെടി കൊടുക്കും ഞാൻ. നമ്മുടെ സാറിന്ന് ഭയങ്കര ഗമയിൽ ജാടയിട്ട് ഇരിക്കുകയാണേ. ആരെങ്കിലും ശ്രദ്ധിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജാടയാണ്. പിന്നെ അനങ്ങത്തേ ഇല്ല കേട്ടോ, അനങ്ങാതെ അങ്ങ് ഇരുന്ന് കളയും. അവർ കയ്യെങ്ങണം വെച്ച് വയറ്റിൽ വെച്ചിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് തട്ടിയിട്ട് അനങ്ങാതെ ഇരുന്ന് കളയും. അല്ലെങ്കിൽ നല്ല ചവിട്ടും തൊഴിയും ബഹളമായിരിക്കും. ഇന്നലെയൊക്കെ തകർത്ത് തന്നെ ചവിട്ടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. പക്ഷേ ഇന്നാണെങ്കിൽ ഇതാ കുറേ നേരമായിട്ട് മമ്മി ഇരുന്ന് കാര്യം പറയുന്നു, അമ്മച്ചമ്മ കാര്യം പറയുന്നു. ഒരു ഭയങ്കര സൈലൻ്റ് ആയിട്ട് അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. ഞാൻ ആരെങ്കിലും ഇങ്ങനെ വിളിച്ച് കാണിക്കുമ്പോഴത്തേക്ക് വയറ്റിലോട്ടൊന്ന് കൈ വെക്കുമ്പോഴത്തേക്ക് അനങ്ങത്തില്ല, അനങ്ങാതെ ഇങ്ങനെ ഇരുന്ന് കളയും. അവർ കൈ എടുക്കുമ്പോഴത്തേക്ക് പിന്നെയും ചവിട്ടും തൊഴിയും തുടങ്ങും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവരുടെ സ്വഭാവം. എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ആരെങ്കിലും ശ്രദ്ധിക്കുന്നു എന്ന് അറിയുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ അതൊക്കെ ഒരു രസമായിരിക്കും. അങ്ങനെ ഞാനിന്ന് ചായ ഇടാൻ പോവുകയാണ്. മമ്മിയാണെങ്കിൽ എനിക്കിവിടെ ഏത്തയ്ക്ക പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഉച്ചക്കലത്തേക്കാണ് കേട്ടോ, അതുകൊണ്ട് പുഴുങ്ങിയെടുക്കാമെന്നും പറഞ്ഞിട്ട് ഇതാ അതൊക്കെ ഒന്ന് പൊളിച്ച് റെഡിയാക്കുന്നുണ്ട്. ഞാൻ ഏലക്കൊക്കെ ഇട്ടിട്ട് ചായയൊക്കെയാണ് റെഡിയാക്കി എടുക്കുന്നത്. എനിക്കും കൂടെ കുടിക്കാമല്ലോ, ഇന്ന് മധുരമില്ലാതെ ആയാലേ. എനിക്ക് ഏലക്ക ഇട്ട് ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചായയൊക്കെ ഇട്ട് ഇങ്ങോട്ട് മാറ്റി അതിൻ്റെ പിറകെ തന്നെ എന്താ ഏത്തയ്ക്ക പുഴുങ്ങാനുള്ളതും കൂടെ വെച്ചു. മമ്മി അമ്മച്ചമ്മയും രാവിലെ ചായ കുടിച്ചില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചായ കുടിക്കാം, നല്ല വെയിലും ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളം കലക്കട്ടോ എന്ന് വെച്ചപ്പോൾ അത് വേണ്ട, ചായ കുടിച്ചാൽ മതി. രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ നല്ല തലവേദന കേട്ടോ. രണ്ടുപേരും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് പിന്നെ ചായയൊക്കെ ഇട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇതാ പിന്നെ മിച്ചറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മമ്മി. എനിക്ക് വരുമ്പം അവിടുത്തെ മിച്ചർ കൊണ്ടുവരും കേട്ടോ. മറ്റേ ഇല്ല ഒരു സൈസ് പയർ പോലെയൊക്കെ കിടക്കും കേട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മിച്ചർ ഇവിടെ നിന്ന് നേരത്തെ കിട്ടത്തില്ലായിരുന്നു. നേരത്തെ മധുരയിലൊക്കെ മധുര കിട്ടത്തുള്ളായിരുന്നു. അവിടുന്ന് ചിറ്റ വരുമ്പോൾ എനിക്ക് എപ്പോഴും കൊണ്ടുതരും. ഇപ്പോൾ ഇവിടെയും കിട്ടാൻ തുടങ്ങി കേട്ടോ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് മമ്മി മേടിച്ചുകൊണ്ട് വരും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നത് അതൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണെങ്കിൽ എനിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. നമ്മളാണെങ്കിൽ ഒരു പെട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞിൻ്റെ സാധനങ്ങളും എൻ്റെ സാധനങ്ങളും ഒക്കെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പറ്റിയൊരെണ്ണം
ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഞങ്ങൾ ഇതിന് മുന്നേ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാങ്ങിച്ചെങ്കിലും അത് കുറച്ച് വലിയ സൈസായിപ്പോയി കേട്ടോ വാങ്ങിച്ചു വന്നപ്പോഴത്തേക്ക്. അന്നേരം എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, ഇത്രയും വലിയ പെട്ടിയുടെ ആവശ്യം എന്തെന്ന് അങ്ങനെ പറഞ്ഞ് അത് റിട്ടേൺ വിട്ടു. അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. അങ്ങനെ അവർ ഓപ്പൺ ഡെലിവറി ആയിരുന്നു. അങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്തൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞ് ഇതൊന്ന് തുറന്നൊക്കെ നോക്കണമല്ലോ എങ്ങനെയുണ്ട്, ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ. അതുകൊണ്ട് ഞാൻ പിന്നെ അകത്ത് കൊണ്ടുവച്ചിട്ട് ഞാൻ എല്ലാം ഒന്ന് തുറന്ന് നോക്കുമായിരുന്നു. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. എല്ലാ സാധനങ്ങളും, എൻ്റെയും കുഞ്ഞിൻ്റെ സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇരിക്കും കേട്ടോ. ഇനി അധികം സാധനങ്ങളൊന്നും വരാനില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മൾ ഓൺലൈനായിട്ടാണ് മേടിച്ചത്. എല്ലാം വന്നു കഴിഞ്ഞു. ഇനി എല്ലാം ഒന്ന് കഴുകി പറക്കി ഉണക്കി എല്ലാം വെച്ചാൽ മാത്രം മതി കേട്ടോ. എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെക്കണം. ഡെലിവറി എന്നാകുമെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. പെട്ടെന്നൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണമല്ലോ. അന്നേരം ഇതെല്ലാം പറക്കി എടുത്ത് വെക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അമ്മയും കുഞ്ഞിനും മാത്രമല്ലേ ഉള്ളൂ. കുഞ്ഞിനാണെങ്കിൽ വയ്യാതെ ഇരിക്കുന്നു. അമ്മയ്ക്കും നല്ല ബുദ്ധിമുട്ടും വയ്യായികയൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് വയ്യാത്തതുകൊണ്ട് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോന്നങ്ങ് ചെയ്യുന്ന കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം റെഡിയാക്കി വെക്കും. ഇല്ലെങ്കിൽ വേറെ ആ സമയത്ത് ആരൊക്കെ ഉണ്ടാവുന്നതെന്ന് തന്നെ അറിയത്തില്ല. ആരും ഇല്ലെങ്കിൽ തന്നെ ഇവരെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടയടിക്കുകയൊക്കെ വേണമല്ലോ. അതുകൊണ്ട് എല്ലാം നേരത്തെ കൂട്ടിയൊക്കെ റെഡിയാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെയൊക്കെ ആകുമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇന്ന് രാവിലെ ഫുഡ് വെച്ചിട്ടാണല്ലോ അമ്മ പോയത്. കുറച്ച് മാത്രമേ വെച്ചുള്ളൂ, നമുക്ക് വേണ്ടി മാത്രം. അതും കുഞ്ഞിന് കൊടുത്ത് വിട്ടിട്ട് ബാലൻസ് പിന്നെ കുറച്ച് അമ്മയ്ക്ക് വേണ്ടി മാത്രമേ വെച്ചേക്കൂ. ഞാൻ ഉച്ചയ്ക്ക് ചോറ് അങ്ങനെ കഴിക്കാറില്ല. ചില ദിവസങ്ങളിൽ എനിക്ക് കൊതി തോന്നുവാണെങ്കിൽ, മിക്കവാറും ഞായറാഴ്ച ദിവസങ്ങളാണ് പിന്നെ കുറച്ച് ചോറെങ്കിലും കഴിക്കാറുള്ളത് കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ ഒന്നും കഴിക്കാറില്ല. ഇനിയിപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ, ഷുഗർ കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇനി നമ്മൾ കൂട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഞാനിപ്പോൾ അങ്ങനെ കഴിക്കാറില്ല. അങ്ങനെ ഇതാ മമ്മി പിന്നെ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള അരിഞ്ഞെടുക്കണം. ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും വെക്കാം, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടാണല്ലോ പോകുന്നത്, അന്നേരത്തേക്ക് എന്തെങ്കിലും വെക്കാമെന്ന് പറഞ്ഞ് മെഴുക്കുവരട്ടിക്ക് മമ്മി പിന്നെ പയറൊക്കെ അരിഞ്ഞെടുത്ത് അടുപ്പത്താക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്രാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ, അവിടുന്ന് കൊണ്ടുവന്നേ മമ്മി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മധുരം ഇടുന്നില്ല, മധുരം ഇടാതെ തന്നെ എടുക്കുക കേട്ടോ. അത്യാവശ്യം കുറച്ച് മധുരമുണ്ട്, എന്നാൽ പുളിപ്പും ഉണ്ട്. അങ്ങനെ അതും എടുത്ത് ഞാൻ പുറത്തോട്ട് വന്നത് അമ്മച്ചമ്മ വിളിച്ച കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മച്ചമ്മ കയറിയപ്പോഴത്തേക്ക് ആളുടെ കാല് കയറിയ സ്റ്റെപ്പിൽ തട്ടിയിട്ടുണ്ടായിരുന്നേ. ചോരയൊന്നും തട്ടില്ല. നഗര ഇളകിയിരിക്കുന്നു. നമുക്ക് കയറാൻ ഞാൻ പറഞ്ഞു. നല്ല പൊടിയുണ്ട്. പുളിയുണ്ടോ? ചൂട് തട്ടേ വേണ്ട. ചൂട് വേണ്ട. പാവത്തിൻ്റെ കാല് നല്ല വേദനിച്ചു കേട്ടോ, സ്റ്റെപ്പിൽ കയറി തട്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ഓയിൽമെൻ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. നല്ല വേദന ഉണ്ടെന്നൊക്കെ പറയുമായിരുന്നേ. അങ്ങനെ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ മെഴുക്കുവരട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ അടുപ്പത്ത്. പിന്നെ ഞാൻ മമ്മിയുടെ നിർബന്ധിച്ച് ഞാൻ വെറുംപുളി ഒന്ന് വെക്കാനെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ മമ്മി വെറുംപുളി വെക്കുന്ന ഒരു റെസിപ്പി വീഡിയോയും കൂടെ നിങ്ങളെ ഞാൻ കാണിക്കാട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചീനിച്ചട്ടി വെക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുക് പൊട്ടിക്കുക. പിന്നെ ഇതാ വെളുത്തുള്ളി ചതച്ചതാട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കടുക് താളിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വറ്റൽമുളക് ചതച്ചത് അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിതിനകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതാ ഒരു കളറൊക്കെ മാറി ഒരു ബ്രൗണിഷ് കളർ പോലെയൊക്കെ ആയി വരുന്നില്ലേ. ഇനി ഇതിനകത്ത് നമുക്ക് പൊടികളായ മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊടി കരിഞ്ഞു പോകരുത് കേട്ടോ, അതിൻ്റെ ടേസ്റ്റേ മാറും. പിന്നെ ഇതാ നമ്മൾ പിഴിപുളി ഒരു കുറച്ച് മാത്രം എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, അതും കൂടെ ഇതാ പിഴിഞ്ഞ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് എന്താ പറയുക കുറുകിയിരിക്കേണ്ട കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് നന്നായിട്ട് ലൂസാക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും
പിന്നെ കുറച്ച് എന്താ ഈ ഒരു കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇത് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വെറുമ്പുള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. തിളച്ച് കഴിഞ്ഞാൽ ഉടനെ തീ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ചോറൂടെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇനി ഇങ്ങനെയല്ല വെറുമ്പുള്ളി ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞ് ചില ആൾക്കാർ വരുമായിരിക്കും, എനിക്കറിയില്ല. ഒരു ചക്ക പുഴുങ്ങിയതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഇത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ചക്കപ്പുഴുക്ക് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അതിൽ പറയുന്നുണ്ട് ചക്ക പുഴുങ്ങിയെടുക്കുന്നതാണ് എന്ന്. എന്നിട്ട് ചക്കപ്പുഴുക്ക് എന്ന് പറയുന്നുണ്ട്. നമ്മൾ പുഴുങ്ങിയെടുക്കുന്നതിനാണ് ചക്കപ്പുഴുക്ക് എന്ന് പറയുന്നത്, അല്ലാതെ അരപ്പൊക്കെ ഇട്ടെടുത്ത് ഇളക്കി എടുക്കുന്നതിന് ചക്ക വേവിച്ചത് എന്നാണ് ഞങ്ങൾ ഇവിടെയൊക്കെ പറയാറുള്ളത്. ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും പറയുന്നത്. നമ്മൾ പറയുന്നത് കേട്ടിട്ട് ഉടനെ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെന്നൊക്കെ എങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ ഉണ്ടാക്കും, ഓരോ രീതിയിലായിരിക്കും പറയുന്നത്. അത് മനസ്സിലാക്കാതെ ആൾക്കാർ എന്തൊക്കെയോ വന്നിങ്ങനെ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും അങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് ഒരുപാട് വരും കേട്ടോ. പോസിറ്റീവായിട്ട് ഒരു വീഡിയോ പോലും ഇവരാരെയും കാണാറേ ഇല്ല കേട്ടോ. അല്ലാത്തത് നെഗറ്റീവ് പറയാനാണെങ്കിൽ എല്ലാ വീഡിയോയിലും വന്ന് സ്ഥിരമായിട്ട് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ കുറേ പേരെ എനിക്കും അറിയാം കേട്ടോ. അങ്ങനെ ഇതാ മമ്മിയുടെ കയ്യിൽ നിന്ന് 2-3 ഉരുള ചോറ് വാങ്ങിച്ച് കഴിച്ചു. രസത്തിൻ്റെ മണം കേട്ടാൽ എങ്ങനെ കഴിക്കാതിരിക്കും? എന്തിന് ഉള്ളി തോർത്ത് കൊടുക്കേ. ഏ തോർത്ത മോളെ? പുള്ളി തോർത്ത അങ്ങനെ അമ്മയെ നോക്കി കാത്തിരുന്ന് അമ്മയെ കണ്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ കഴിക്കാതിരുന്നപ്പോഴത്തേക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇത് അമ്മ വന്നപ്പോഴത്തേക്ക് 2 തോർത്തും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. മമ്മി വന്നപ്പോഴത്തേക്ക് എനിക്ക് 2 തോർത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന തോർത്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് ഈ പുള്ളി തോർത്ത് കണ്ടപ്പോഴത്തേക്ക് അമ്മച്ചമ്മയ്ക്ക് അപ്പോഴേ പുള്ളി തോർത്ത് വേണം, എനിക്കിങ്ങനെ താന്നും പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ അത് അമ്മച്ചമ്മയ്ക്കും എടുത്തു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വന്ന് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കായിരുന്നു ഞാനും അമ്മച്ചമ്മയും കൂടെ. ഇത്ര നാളായി ഇങ്ങനെയൊക്കെ കിടന്നിട്ട്. മറ്റേത് ഞാൻ അമ്മച്ചമ്മ അടുത്തായിരുന്നു കേട്ടോ കിടക്കുന്നത്. കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു പാവം. അങ്ങനെ കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി ഇതാ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയൊക്കെ വന്നിരുന്നിട്ട് വാവയെടുത്ത് ഇങ്ങനെ വയറ്റിൽ കൈവച്ചിട്ട് ഓരോന്നൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ സാറല്ലെങ്കിലും ഭയങ്കര ഗമയടിച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഒരനക്കവും പോലും കാണിക്കുന്നേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ മമ്മി ഇങ്ങനെ പറയുമായിരുന്നു, അല്ലെങ്കിൽ നീ ഞാൻ വരുമ്പോഴത്തേക്കും നിനക്ക് ഭയങ്കര ജാടയാണെന്നും പറഞ്ഞ് പിന്നെ ഇറങ്ങി. പിന്നെ ഇനി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അതൊരു 10 മിനിറ്റിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുവരെ ഞങ്ങൾ പിന്നെ ഇതാ ഇരുന്ന് കത്തിയും വെച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ അമ്മച്ചമ്മ അടുത്ത് മമ്മി പറയുന്നുണ്ട്, ഇനി ഇപ്പോഴും ഒന്നും കൊണ്ടുവരത്തില്ല, നിർബന്ധം കാണിച്ചാലും ശരി തന്നെ ഞാൻ കൊണ്ടുവരത്തില്ല, വാവ ആയതിന് ശേഷം 2 പേരും കൂടെ കാണാനേ കൊണ്ടുവരത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇനി നിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ വന്നോളാം എന്നൊക്കെ ആട്ടോ അമ്മച്ചമ്മ പറയുന്നത്. അങ്ങനെ ഇതാ ഓട്ടോ വന്നു കേട്ടോ നമ്മുടെ. അങ്ങനെ പിന്നെ ഇതാ 2 പേരും ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. അമ്മച്ചമ്മ കുറച്ച് ദിവസം എൻ്റെ അടുത്ത് നിർത്തണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കിവിടെ കട്ടിലില്ലാത്തതുകൊണ്ടേ അമ്മച്ചമ്മയ്ക്ക് താഴ്ന്നൊക്കെ എഴുന്നേക്കാനും പാടല്ലേ. അതുകൊണ്ട് ഒരു കട്ടിലൊക്കെ വാങ്ങിച്ചതിന് ശേഷം അമ്മച്ചമ്മയെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം ഇവിടെ നിർത്തണം കേട്ടോ. അങ്ങനെ ഇതാ പിന്നെ അവർ പോയി കഴിഞ്ഞ് ഞാൻ കയറി ഒന്ന് കിടന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കങ്ങ് ഉറക്കം വന്നിട്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഒന്ന് മയങ്ങി കുഞ്ഞൻ വന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഉണർന്നത് തന്നെ. അതുവരെ കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞൻ വന്നു, പിന്നെ കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ട് ഇതാ അമ്മ ഞങ്ങൾക്ക് പിന്നെ ചായയൊക്കെ ഇട്ട് തന്നു. കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പരിപ്പ് വട അമ്മ വന്നപ്പോഴത്തേക്ക്. അങ്ങനെ അതും കഴിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ 3 പേരും ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ.